നേച്ചർ ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്നുള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ മെയിൻ ഗേറ്റിനടുത്ത് തന്നെയുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ജീവന കേന്ദ്രത്തിലാണ്. നമുക്ക് ഒരു ദമ്പതികളെ ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ നേച്ചർ ലൈഫിലുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരുടെയും പേരിൽ അവരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തുക, പേരും ഒക്കെ പറഞ്ഞു. എൻ്റെ പേര് PV ഉണ്ണി, വയസ്സ് 71, ഓട്ടോറിക്ഷ ഡ്രൈവർ. എവിടെയാണ്? ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ പടന്നപ്പുറം എന്ന സ്ഥലത്ത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് എവിടെയായിട്ട് വരും? കണ്ണൂരിൽ നിന്ന് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് 25 കിലോമീറ്റർ. ഏത് ഭാഗത്ത്? കിഴക്ക് ഭാഗത്തേക്കാണ്? ഇരിട്ടി ആ ഒരു ഭാഗമാണ്. ഇരിട്ടിൻ്റെ ആ ഭാഗത്തേക്ക് വരും, പഴയങ്ങാടി ആയിട്ട്. അപ്പോൾ വടക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ 3 കിലോമീറ്റർ അകലെ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എളുപ്പം. ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഇത്രയും വലിയ ആശുപത്രിയൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും എന്താണ് പേര്? എൻ്റെ പേര് തങ്കം. തങ്കം എന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്നു. ഹൗസ് വൈഫാണ്. എന്താണ് നമ്മൾ ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് തന്നെയായിരുന്നു ചെറുപ്പം മുതൽ? ചെറുപ്പം മുതൽ ഞാൻ നെയ്ത്ത് പണി എടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപാട് നെയ്ത്ത് പണി 4 വർഷം എടുത്തു. പിന്നീട് ഞാൻ അത് അത്ര നല്ലതല്ല, പുറത്തെവിടെയും ജോലി ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വലിയൊരു വരുമാനം ഇല്ല. അങ്ങനെയുള്ളൊരു വേറെ തൊഴിലിലേക്ക് പോയി, വയറിങ്ങിൻ്റെ ജോലിയിലേക്ക്, ഹൗസ് വയറിങ്ങിൻ്റെ ജോലിക്ക് പോയി. അവിടെ ഒരു 5 വർഷം ജോലി ചെയ്തു. ആ സമയത്താണ് എൻ്റെ കല്യാണം നടക്കുന്നത്. 23ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അന്ന് ഭാര്യയ്ക്ക് 18 വയസ്സ്. എനിക്ക് 3 കുട്ടികളുണ്ട്. കുട്ടികൾക്ക് അവരെന്ത് ചെയ്യുന്നു? കുട്ടികൾ അവർ എല്ലാവരും കാർഷികമായിട്ടും മറ്റേ കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ 3 പേരുണ്ട്. മൂത്ത കുട്ടിക്ക് ഒരു മകൻ, രണ്ടാമത്തെ കുട്ടിക്ക് ഒരു മകനും ഒരു മകളും, മൂന്നാമത്തെ കുട്ടിക്ക് ഒരു മകൻ. എങ്ങനെയാണ് ഇവിടെ വരാനിടയായത്? എങ്ങനെയാണ് ഇവിടെ വരാനിടയായത്? സാറിൻ്റെ നേച്ചർ ലൈഫിൻ്റെ വീഡിയോ മിക്കവാറും ഞാൻ 10-15 വർഷം മുമ്പത്തെ കാണുന്നുണ്ടായിരുന്നു. 10-15 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരു അറ്റാക്ക് വന്നത് 2008. അന്ന് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. ഹാർട്ടില് ബൈപ്പാസ് കഴിഞ്ഞു. ബൈപ്പാസ് അല്ല സാർ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ സ്റ്റണ്ട് ഇടാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ മരുന്നുകളെ അപ്പോൾ അറ്റാക്ക് വന്നു. അവിടെ ബൈപ്പാസ് പരിയാരം മെഡിക്കൽ കോളേജിലായി. സ്റ്റെന്റ് ഇട്ടില്ല, പോയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിലൂടെ കടന്നില്ല, രക്തക്കുള്ളിലൂടെ കടന്നില്ല. ചെയ്യാൻ പറ്റിയില്ല. മരുന്ന് അങ്ങനെ പിന്നെ മരുന്നായിട്ട് കഴിക്കുന്നത് 17 കൊല്ലമായി. ചെക്കപ്പിന് 2 വർഷം 3 വർഷം അങ്ങനെ കൂടുമ്പോൾ അന്നേരം അതേ മരുന്ന് 2008 അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോയി കൊള്ളുന്നു, ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. വേറെ പ്രത്യേക അങ്ങനെ അസുഖങ്ങളുണ്ടായില്ല. നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ആ സമയത്താണോ? അതിനുശേഷം 2015 1-2 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് സാറിൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. നേച്ചർ ലൈഫ് TV യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ സാറ് പറയുന്നതനുസരിച്ച് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. മറ്റുള്ള നേരത്തെ എനിക്ക് മറ്റു മദ്യപാനോ മറ്റങ്ങനത്തെ മത്സ്യമാംസം കഴിക്കലോ അങ്ങനെയൊന്നും ഒന്നുമില്ല. സാത്വിക ലൈഫാണ്. അതെ. അങ്ങനെ സാറിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ വരണമെന്ന് പല പ്രാവശ്യം വിചാരിക്കും, വരാൻ സാധിച്ചില്ല. ഇപ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നിയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു സോഡിയത്തിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സോഡിയം ചെക്ക് ചെയ്യുമ്പോൾ കുറവാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടി മരുന്ന് കുറിച്ചുകയും ചെയ്തു. സോഡിയം കുറഞ്ഞു. അതിന് മരുന്ന് തന്നു. ഞാൻ മരുന്ന് കഴിക്കാതെ വീട്ടിൽ വന്നു. പിന്നെ വെച്ച് കാലം മുമ്പേ ഞാൻ പോകാൻ വിചാരിക്കുന്നതാണ് നേച്ചർ ലൈഫിലേക്ക്. അവിടെ ആവട്ടെ. അങ്ങനെ വളരെ കാലമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറ്റിയിരുന്നില്ല. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഈ പ്രകൃതി നമ്മുടെ യൂട്യൂബെല്ലാം കണ്ട് പ്രകൃതി രീതികൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായോ? വേറെ മറ്റൊന്നും അസുഖം വന്നില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത്രയേ ഉള്ളൂ. ആക്സിഡന്റ് വന്നു. അതല്ലാതെ രോഗങ്ങളൊന്നും പിന്നെ വന്നില്ല. ഈ 2008 ഈ ഒരു അവസ്ഥ വന്നു. അതിനുശേഷം നമ്മുടെ വീഡിയോ കണ്ടു. ഈ 2008 മുമ്പ് അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു സാർ. എന്തൊക്കെയായിരുന്നു? എനിക്ക് നടുവേദന, ശ്വാസം മുട്ടൽ,
അങ്ങനെയല്ല മിക്കവാറും ഉണ്ടാവും. ശ്വാസം വന്നാൽ ഒരു അടി പോലും നടക്കാൻ പറ്റില്ല, അത്രയും കഠിനമായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് MBBS ഡോക്ടറെ നമ്മൾ എടുത്തില്ല. അവരിപ്പോൾ അവരൊരു മെഡിസിൻ ഇങ്ങനെ കലക്കിത്തരും, അത് കുടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നോർമൽ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പലതവണ പോയി. വീട്ടിൽ നിന്ന് എനിക്ക് നടന്നിട്ട് പോകാൻ കഴിയില്ല, ഒരടി നടക്കാൻ ഒരു 100 മീറ്റർ അകലെങ്കിലും അത്ര റോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് പല പ്രാവശ്യം അവിടെ ഇരുന്നിരുന്നിട്ട് പോകാൻ കഴിയുന്നു. എന്നാൽ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വരുമ്പോൾ അത്ഭുതകരമായിട്ട് അങ്ങനെ പല തവണയും പോയി. പിന്നീടാണ് എനിക്ക് അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് വന്നതിന് ശേഷം മരുന്നുകളെല്ലാം കൂടി ഉണ്ടാക്കിയ കുഴപ്പമായിരിക്കും നല്ല. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രകൃതി കണ്ട് ഭക്ഷണ ക്രമീകരണം വരുത്തിയപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറിയത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വയലിൽ ജോലി ചെയ്യുന്നുണ്ട്, തൂമ്പ കൊണ്ട് കളക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, തൂമ്പ കൊണ്ടുള്ള കളയ്ക്കലൊക്കെ ഉണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ഓട്ടോ ഓടിക്കും, രോഗങ്ങളില്ലാണ്ട് പോരുകയും ഒരു ക്ഷീണം വന്നപ്പോൾ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ അപ്പോ പേരെന്ന് പറഞ്ഞ തങ്കം. തങ്കം. ഈ ഇദ്ദേഹം ഇങ്ങനെ എന്തോ യൂട്യൂബ് കണ്ടിട്ട് ഈ ഒരു ഭ്രാന്തം പണി കാണിച്ചു എന്നൊക്കെ തോന്നിയില്ല ആദ്യം? ഞാൻ പറയും നിങ്ങളെന്താ ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് കാണുന്നെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞാനൊന്നും പറയാൻ നിൽക്കില്ല. പിന്നെ അവർ പറയുന്നത് ഞാൻ അനുസരിക്കൂല. അല്ല, അതുകൊണ്ടല്ല, ഞാൻ ചെറുതിലെ അച്ഛനെയും അമ്മേനെയും വയന്ന് ജീവിച്ചതാണ്. അതേപോലെ ഭർത്താവിന്റെ അടുത്തെത്തി അവരെ വീട്ടുകാരി അതേപോലെ അനുസരണയോടെ വന്നതാണ്. ഇവർ ഇപ്പൊ ഇത്ര വരെ അപ്പോ ഇദ്ദേഹം ഈ ഭക്ഷണത്തിന്റെ പരീക്ഷണങ്ങള്, പഴങ്ങൾ കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആദ്യം നമുക്ക് അസ്വസ്ഥത തോന്നി. പക്ഷേങ്കിൽ ഇവർ കഴിക്കുമ്പം എന്നോട് നിർബന്ധമൊന്നുമില്ല, നീ അങ്ങനെ ചെയ്യണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല, എനക്ക് ഇഷ്ടാണ് കഴിക്കാം. ഇദ്ദേഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടു? എങ്ങനെയാ നമുക്കിത് ശരിയാണെന്ന് തോന്നിയത്? ഓറങ്ങനെ ചെയ്യില്ലല്ലോ, ഓർ അത്രേ ചെയ്യൂല, മോശത്തിന്റെ വഴിയിലൊന്നും പോകൂല. നല്ല വഴിക്കേ പോകും. ഇത്ര വരെ എനിക്ക് മാറ്റമാണ് നമ്മൾ കണ്ടത്, നമുക്ക് ബോധ്യപ്പെടണ്ടേ? അതന്നെ കണ്ടമാന അസുഖമോ കാര്യമോ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഭാഗ്യല്ലേ. അതിന്റെ മിത്തില് പിന്നെ ഓറ് പറയുന്നത് തന്നെയല്ലേ ശരി, ഞാനും ഓറ് പറയുന്നത് തന്നെയല്ലേ അനുസരിക്കും. നമുക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായി? എനക്കും അങ്ങനെ എനിക്ക് കാര്യമായത് ഈ വെലിക്കോസിന്റെ തന്നെ, വേറെ ഇല്ല തൈറോയിഡും. ആ 2 സൂക്കേട് അതിന് കുറെ കാലമായി മരുന്ന് കഴിക്കുന്നു. തിരിച്ചു പോയാൽ എങ്ങനെയായിരിക്കും? അതന്നെ സാറോട് ചോദിക്കുന്നത്. തിരിച്ചു പോയാൽ നമ്മൾ ഇനി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് സാറോട്. ഇവിടെ ചെയ്ത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണ്ട. ഇവിടെ നമ്മൾ നിൽക്കുമ്പോ നമുക്ക് വേറെ തരത്തിൽ നമ്മൾ കൃത്യമായി പല കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തു. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത്രയും ചിട്ട വേണമെന്നില്ല. വളരെ കുറഞ്ഞ ചെറിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വീട്ടിൽ തുടരേണ്ടതായിട്ട് വരുള്ളൂ. ഒരു കാര്യം നോക്കേണ്ടതുള്ളൂ, ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ചെയ്യരുത്, അത് തന്നെ മതിയാകും. നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്നത് ചെയ്യരുത്, ശരീരത്തിന് നന്മ വരുത്തുന്നത് നല്ലതെല്ലാം ചെയ്യാം. നമ്മള് സാറെന്നാ പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ നിന്ന് പഠിച്ച് ഇപ്പൊ നിങ്ങൾ കൂടെയുള്ള മറ്റു പേഷ്യൻസിനെ കണ്ടില്ലേ, എന്തെല്ലാം രോഗങ്ങൾ മാറുന്നത് കണ്ടു. വ്യത്യാസമുണ്ട്. വന്നവർക്കെല്ലാം മാറ്റങ്ങളുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗികൾ പലരുണ്ട്, പല രോഗങ്ങളുള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അവർക്കെല്ലാം നല്ല മാറ്റം. നമുക്കും മാറ്റം ഉണ്ടല്ലോ, നമുക്കും മാറ്റം ഉണ്ടല്ലോ. ഉണ്ട്. അന്നേരം നമുക്ക് അതിനെ പറ്റി മനസ്സിലാവുമല്ലോ. ആ വഴി അങ്ങോട്ട് പോയാൽ മതി. അതിൽ വളരെ സന്തോഷമുണ്ട് ഈ അനുഭവങ്ങൾ നമ്മുടെ നേച്ചർ ലൈഫ് TV പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിൽ. അതായത് കൂടുതൽ ആളുകൾക്ക്, ആ ചുറ്റുപാടുള്ള ആളുകൾക്ക് കൂടെ വെളിച്ചം പകരാൻ, കുറച്ചും കൂടി അറിവ് പകർന്നു കൊടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിന് സാധിക്കട്ടെ. നമുക്കങ്ങനെ ഈ നേച്ചർ ലൈഫ് കുടുംബം വലുതായി വരട്ടെ. നന്ദി. സാറിനെ കണ്ടതിൽ തന്നെ നല്ല